നമ്മളിതേപോലെ മാവ് അതേപോലെ തന്നെ എന്ത് സാധനം മേടിച്ച് നമ്മളിതേപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കി ഇതേപോലെ വെക്കുമ്പോഴത്തേനും നമുക്ക് റബ്ബർ ബാൻഡ് പോലും ഇടാക്കാത്ത രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളിതേപോലെ ഒന്ന് കമ്പി ചൂടാക്കിയെടുക്കുക. പപ്പടക്കമ്പി ചൂടാക്കിയതിന് ശേഷം നമ്മളതിൻ്റെ മേൽഭാഗം ഒന്ന് സ്വല്പം മടക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഈ കമ്പി ഒന്ന് കാണിച്ചിട്ട് ഒന്ന് തേച്ച് വിടുക. കയ്യിൽ ഉരുകി പിടിക്കരുത്, ഒരുപാട് ചൂടാക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ നാക്കി വിട്ടാൽ മതി. നല്ല രീതിയിൽ അത് ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ഉറുമ്പ് പോലും കയറില്ല. അപ്പോൾ നമുക്ക് പാക്കറ്റ് ഇതേപോലെ തന്നെ നമുക്ക് വെക്കുകയും ചെയ്യാം. ഉണ്ടോ, നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കുന്നതിന് മുമ്പുള്ള അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഏത് സാധനം വേണമെങ്കിലും നമുക്ക് പാക്കറ്റ് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഉരുകി തീരുമല്ലേ. അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് നനച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ കുറച്ച് നേരം അധികം നമുക്ക് കത്തി നിൽക്കും, പെട്ടെന്ന് കത്തി തീരില്ല. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കത്തിച്ചാലും നമുക്ക് മെഴുകുതിരി കുറേ നേരം കത്തി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് ഒരു 2-3 മണിക്കൂർ ഇട്ടതിന് ശേഷം കത്തിച്ചാൽ മതി. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ നേരം കത്തി നിൽക്കും.